പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ഈ തീർത്ഥാടനത്തിൽ 3-ാം ദിവസത്തിലാണ് നാം ആയിരിക്കുന്നത്. നാം 2 പടികൾ പരിശുദ്ധ അമ്മയിലേക്ക് നടന്നു നീങ്ങിക്കഴിഞ്ഞു. ഈ ഒരവസരത്തിൽ നാം ഓർമ്മിക്കുക, നമുക്കെല്ലാം ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കും, നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ഉറപ്പ് നമുക്ക് വലിയൊരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി പീഡയേറ്റ കർത്താവുണ്ട്. അവിടുത്തെ പീഡാനുഭവം, അവിടുന്ന് നേടിത്തന്ന രക്ഷയുമാണ് നമ്മുടെ അവകാശം. പരിശുദ്ധ അമ്മയ്ക്ക് ആ രഹസ്യങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ സഹനത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദുഃഖകരമായ രഹസ്യങ്ങളിൽ 1-ാമത്തെ ദിവ്യരഹസ്യം, അവിടെ രക്തം വിയർത്ത ഒരവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരിലേക്കും അവിടുന്ന് പകർന്നു തരുന്ന അവിടുത്തെ തിരുരക്തത്തിൻ്റെ ആ ഒരു യോഗ്യത, ആ യോഗ്യതയാൽ നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ ഇടയായി തീരണമേ എന്ന് ധ്യാനിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട് നമുക്ക് ദുഃഖത്തിൻ്റെ 1-ാമത്തെ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കും. ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ. 1-ാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവായ ഈശോമിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടുന്നതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനിയൊരിക്കലും മരിക്കയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനിയും അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവീൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ
അമ്മയുടെ ജീവിതം തന്നെയാണ് നമ്മുടെ മാർഗം. പരിശുദ്ധ അമ്മയാണ് നമുക്ക് മാതൃക. അമ്മയുടെ പരിശുദ്ധിയിൽ നാം എത്തിച്ചേരുക. നമ്മുടെ അമ്മ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ അമ്മയെപ്പോലെയാകണം എന്ന്. നാം അതിനു വേണ്ടി ആഗ്രഹിക്കണം. എൻ്റെ അമ്മയെപ്പോലെ ആ ഒരു തേജസ്, ആ ഒരു വിശുദ്ധി, ആ ഒരു പുണ്യപൂർണത നമുക്കുണ്ടാവണം. അതാണ് ഈ തീർത്ഥാടനത്തിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത്. 33 ദിവസത്തെ ഒരുക്കത്തിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത് അമ്മയുടെ ആ ഒരു പരിശുദ്ധി സ്വന്തമാക്കിക്കൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിൽ സാത്താന്റെ പിടിയിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കത്തക്കവണ്ണം സുരക്ഷിതത്വം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ സ്വാഭാവികമായി നമ്മൾ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്. അത് പലപ്പോഴും ഒരു കെണിയാണ്. എനിക്കെങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും? ഞാൻ ഈ പാപ സാഹചര്യത്തിൽ ജീവിക്കുന്നയാളാണ്. പാപം ഈ കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. എന്റെ ചുറ്റുപാടുകൾ മുഴുവനും പാപകലുഷിതമാണ്. എനിക്ക് എങ്ങനെ വിശുദ്ധനാകാൻ സാധിക്കും? എങ്ങനെ വിശുദ്ധയായി തീരാൻ സാധിക്കും? അതുകൊണ്ട് ഈ അധ്വാനങ്ങളൊക്കെ വൃഥാവിലാണ് എന്നുള്ള ചിന്ത, പ്രിയപ്പെട്ടവരെ, എന്ന് മനസ്സിലാക്കണം. സാത്താൻ നൽകുന്ന ചിന്തയാണ്. ഒരു പടി പോലും നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകരുത് എന്ന് വിചാരിക്കുന്ന സാത്താൻ ഒരുക്കുന്ന കെണിയായി നാം അതിനെ മനസ്സിലാക്കണം. പത്രോസ് ലീഗ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു അന്ത്യത്താഴം ഒരുക്കുമ്പോൾ അവിടുന്ന് പാദങ്ങൾ കഴുകുകയാണ്. യഥാർത്ഥത്തിൽ പാദങ്ങളിലാണ് യേശു കഴുകുന്നത്. താലത്തിൽ വെള്ളമെടുത്ത് ഓരോരുത്തരുടെയും മുൻപിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകുകയാണ്. പാദങ്ങളാണ് കഴുകുന്നതെങ്കിലും ഹൃദയം കഴുകാനാണ് കർത്താവ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ അവസാനം പത്രോസിലെത്തുമ്പോൾ പത്രോസ് തടസ്സം പറയുന്നു. എന്നെ കഴുകരുത്, എന്നെ കഴുകേണ്ട. അതിന് 2 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, കഴുകാൻ തക്കതവണ്ണം ഞാൻ പാപിയല്ല എന്നുള്ളതാവാം. മറ്റുള്ളവർക്കൊക്കെ കഴുകൽ ആവശ്യമാണ്, അവർക്കൊക്കെ മാനസാന്തരം ആവശ്യമാണ്, അവർക്കൊക്കെ വിശുദ്ധീകരണം ആവശ്യമാണ്. പക്ഷേ എനിക്കത് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു മൂഢത നമ്മെ നയിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ അപകടകരമായ ഒന്നാണ് നീ എന്നെ കഴുകേണ്ട, കാരണം കഴുകത്തക്കവണ്ണമുള്ള അഴുക്കൊന്നും എന്നിലില്ല എന്നുള്ള ചിന്ത. എന്റെ പാദങ്ങൾ ശുദ്ധമാണ്, അശുദ്ധമായവരുടെ പാദങ്ങളൊക്കെ നീ കഴുകി, ഇനിയും കഴുകേണ്ടതില്ല എന്നുള്ള ആ ഒരു ചിന്ത പലപ്പോഴും നമ്മെ മാനസാന്തരത്തിൽ നിന്നും അനുരഞ്ജനത്തിന്റെ കൂദാശ സ്വീകരിക്കുന്നതിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന ഒരനുഭവമാണിത്. പക്ഷെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം ഭാഗഭാഗിത്വമില്ല. കർത്താവിന്റെ കഴുകലിന് നാം വിധേയരാകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓരോ കഴുകലും യേശുക്രിസ്തുവിന്റെ രക്തവും കണ്ണുനീരും ചേർത്തുള്ള കഴുകലാണ്. പത്രോസിന്റെ പാദത്തിങ്കലും ഈ കണ്ണുനീര് വീണിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക.
നമ്മെ ഓരോരുത്തരെയും കഴുകി വെടിപ്പാക്കി കുമ്പസാരക്കൂട്ടിൽ നിന്ന് സമാധാനമായി പറഞ്ഞയക്കുമ്പോൾ കർത്താവ് കാരുണ്യവാനായി അവിടുന്ന് തൻ്റെ തിരുരക്തവും അവിടുത്തെ കണ്ണുനീരും നമ്മിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയം. അതുകൊണ്ട് ഭയപ്പെടേണ്ട. കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കും. കർത്താവ് കഴുകിയാൽ നാം വിശുദ്ധരായി തീരും. നമുക്കറിയാം പത്രോസ് എത്രമാത്രം ബലഹീനതകളുള്ള ആളായിരുന്നു. എത്രമാത്രം ബലഹീനതകളുള്ള ആളായിരുന്നു. പത്രോസ് രക്തസാക്ഷിയായി തീർന്നു. അപ്പോസ്തലന്മാരുടെ തലവനായി തീർന്നു. നമുക്കും വിശുദ്ധരായി തീരാൻ സാധിക്കും. എല്ലാ വാണിങ്ങുകളെയും അതിലംഘിച്ചുകൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ്. അതുകൊണ്ട് എനിക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും, വിശുദ്ധിയിൽ പുരോഗമിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് 30 വർഷത്തിലേറെ പാപത്തിന്റെ അഗാധ ഗർത്തത്തിലായിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ആ ഒരു മാനസാന്തര ജീവിതം, ലോകത്തോട് മുഴുവനും തന്റെ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിച്ച വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരത്തിന്റെ ദൈവകരുണയുടെ പ്രഘോഷകനായി നമുക്ക് ഓരോരുത്തർക്കും ഏത് ജീവിതാവസ്ഥയിൽ നിന്നും വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് വളരാമെന്നുള്ളതിന്റെ ഒരു മാതൃകയായി മാറി. അതിന്റെ പിൻപിൽ തീർച്ചയായും കണ്ണുനീരുണ്ട്. വിശുദ്ധ അംബ്രോസ് എന്ന മെത്രാൻ അഗസ്തീനോസിനെ മാമോദീസ മുക്കുമ്പോൾ വിശുദ്ധ മോനിക്കയോട്, അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോനിക്ക, ഞാൻ നിന്റെ മകനെ മാമോദീസ മുക്കുന്നത് നിന്റെ കണ്ണുനീരിലാണ്, നിന്റെ കണ്ണുനീരിലാണ്. അനേകരുടെ മധ്യസ്ഥത നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. ഈ അവസരത്തിൽ തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നാം വലിയൊരു കൂട്ടായ്മയായിട്ടാണ് നാം സഞ്ചരിക്കുന്നത്. സഭ നമുക്ക് മുമ്പേ കടന്നുപോയ പുണ്യവാന്മാർ, മഹാപുണ്യവാന്മാരുണ്ട്. അവരുടെ മധ്യസ്ഥതയുണ്ട്, നമ്മുടെ പൂർവികരുടെ മധ്യസ്ഥതയുണ്ട്. ഇപ്പോൾ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന സഭയുടെ കൂട്ടായ്മയുടെ അനുഭവമുണ്ട്. അവിടെ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്, പ്രായശ്ചിത്തത്തിന്റെ സൽഫലങ്ങളുണ്ട്, പരിഹാരത്തിന്റെ സൽഫലങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയൊരു സംരക്ഷണം ലഭിക്കാനിടയായി തീരുമെന്ന് നാം ഓർമ്മിക്കും. മഗ്ദലനെ സംബന്ധിച്ച് 8 പിശാചുക്കൾ വിട്ടുപോയ ആള് എന്നാണ്. അത് 7 ദുഷ്ടാത്മാക്കൾ, 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ ആ ഒരു വ്യക്തി എന്നുള്ളതാണ് മഗ്ദലനയുടെ വിശേഷണം. എന്നാൽ മഗ്ദലനയ്ക്കാണ് ആദ്യം ഉദ്ധിതനായ യേശുവിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായത്. അത്രമാത്രം പാപാസക്തികളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന മഗ്ദലന യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് വലിയ പ്രേക്ഷിതയായി തീർന്നു, പരിശുദ്ധയായി തീർന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈ ഒരു ആത്മധൈര്യമുള്ളവരായി തീരണം. നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും വിശുദ്ധിയിൽ വളരാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാത് ആണ്. അത് മാനസാന്തരത്തിലേക്ക് കടന്നു വരാൻ, ഈ യാത്രയിൽ തടസ്സം നിൽക്കാൻ കാരണമായി തീരുമെന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചത്. 6-ാം അധ്യായത്തിൽ നിന്ന് പൗലോസിന്റെ ആ ഒരു വാദഗതി, ജ്ഞാനസ്നാനം വഴി പാപത്തെ പറ്റി പറയുന്നതാണ്. പാപത്തിൽ നാം മരിച്ചവരായി തീർന്നു, പാപത്തെ കൊന്നു. അതാണ് പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ?
യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പോൾ ഇവിടെ ശാരീരിക തലത്തിൽ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നത് പോലെ ജ്ഞാനസ്നാനത്തോടെ ക്രൈസ്തവർ ക്രിസ്തുവിൽ മരിച്ച് ഉയർക്കപ്പെട്ടിരിക്കുന്നതിനാൽ പാപരഹിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് പൗലോസ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നത്. മരിച്ചയാളിന് തിന്മ ചെയ്യാൻ സാധിക്കില്ല, മരിച്ചയാളിന് തിന്മ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്താണ് നാം അതിനെപ്പറ്റി വേദനിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. മരിച്ചവർ പാപത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനിയും അധികാരമില്ല. അപ്പൊ പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു എന്നുള്ളതാണ്. എന്നേക്കുമായി അവൻ മരിച്ചു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ നാം ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ അപകടകരമാണ്. കെട്ടുനിൽക്കുന്ന വെള്ളം മലിനമാകും. നാം വളർന്നുകൊണ്ടേയിരിക്കണം, പരിപൂർണതയിൽ വളർന്നുകൊണ്ടിരിക്കണം, വിശുദ്ധിയിൽ. അവിടുന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത് എന്താണ്? എന്റെ പിതാവ് പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തിരുസഭയെ സംബന്ധിച്ചുള്ള പ്രമാണരേഖയിൽ 39-ാമത്തെ നമ്പർ, തിരുസഭയിൽ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവീൻ. അതൊരു കൽപ്പനയാണ്. മത്തായിയുടെ സുവിശേഷം 5:48. കൽപ്പന നിറവേറ്റാൻ സാധിക്കാത്ത ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് കൽപ്പന തരുകയില്ല എന്ന് യേശു സാധിക്കുമെന്നുള്ളതാണ്. എങ്ങനെ സാധിക്കും? സ്വയമായ ശക്തിയാലല്ല, മറിച്ച് ദൈവത്തിന്റെ കാരുണ്യത്താൽ അത് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അത് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ നമുക്ക് സാധിക്കും. മിസ്റ്റർ തോമസ് അക്വിനാസ് പറയുന്നു, ഓരോന്ന് എത്രത്തോളം അതിന്റെ നിർദ്ദിഷ്ട അന്ത്യം പ്രാപിക്കുന്നുവോ അത്രത്തോളം അത് പൂർണ്ണതയിലെത്തും. മനുഷ്യന്റെ അന്ത്യം സ്വാഭാവികമായും ദൈവമാണ്. അതുകൊണ്ട് സൃഷ്ടവസ്തുക്കൾ ഒന്നിലും മനുഷ്യന് സംതൃപ്തി കണ്ടെത്തുക സാധ്യമല്ല. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ദൈവത്തിലെത്തുക എന്നുള്ളതാണ്. ദൈവത്തിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ആ ദിശ തെറ്റി വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ ഭൗതികതയിൽ, ഭൗതിക വസ്തുക്കളിൽ, ഈ ലോകത്തിലുള്ള പലതിലും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും അഭിരമിക്കാൻ ഇടയായി തീരുമ്പോൾ യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കാൻ സാധ്യമല്ല. ഈ ലോകം നൽകുന്നത് സന്തോഷമല്ല. ഈ ലോകം നൽകുന്നത് യഥാർത്ഥമായ സമാധാനമല്ല. മനുഷ്യൻ ദൈവത്തിലെത്താൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവത്തിലെത്തുന്നവന് മാത്രമേ സമാധാനം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ പറഞ്ഞത് അതാണ്, പുരോഗമിക്കുന്നില്ലെങ്കിൽ നാം യഥാർത്ഥത്തിൽ ജീർണമായി പോകും. നമ്മുടെ ജീവിതം ജീർണമായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മിലുള്ള ദൈവസ്നേഹത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് നാം വളരണം. സുഹൃതങ്ങൾ അഭ്യസിച്ചുകൊണ്ട് നാം വിശുദ്ധിയിൽ, നാം പരിശുദ്ധിയിൽ വളരണം. അതിന് തീർച്ചയായും ഈ മാമോദിസായിലൂടെ, ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളുണ്ട്. സ്ഥിരവരപ്രസാദം പാപരഹിതമായ ജീവിതം നയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന്റെ കൃപയാണ്. നിവേശിതമായ പുണ്യങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ട്, ദൈവീക പുണ്യങ്ങൾ, വിശ്വാസം, ശരണം, സ്നേഹം, സാൻമാർഗിക പുണ്യങ്ങൾ, വിവേകം, നീതി, സ്ഥിരത, മിതത്വം, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. അപ്പോൾ നമ്മുടെ മാനുഷികമായ ശക്തിയിലല്ല, മറിച്ച്
ദൈവത്തിന്റെ കൃപയിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലുമാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ പോലെ നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ലയോ മാർപ്പാപ്പ പറയുന്നു, അല്ലയോ ക്രിസ്ത്യാനി, നിന്റെ വില എത്ര ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുക. നീ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനായിരിക്കുകയാണ്. അതിനാൽ അയോഗ്യമായ ജീവിതത്താൽ നിന്റെ ആദ്യ ബലഹീനതയിലേക്ക് നീ പിന്തിരിയരുത്. 1 കൊറിന്തോസ് 3:17 ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ്. നാം ദൈവത്തിന്റെ ആലയങ്ങളാണ്. ദൈവത്തിന്റെ ആലയങ്ങളാണ്. മാമോദിസ വഴിയായി നാം ദേവാലയമായി മാറുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം നാം എപ്പോഴും പ്രിയപ്പെട്ടവരെ ഓർമ്മിച്ചിരിക്കണം. ആ ദേവാലയത്തിന്റെ പരിശുദ്ധി സൂക്ഷിക്കുവാൻ, ആ പരിശുദ്ധിയിൽ വളരാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 93:5 കർത്താവേ, പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. പരിശുദ്ധി അങ്ങേ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരിശുദ്ധിയിൽ നാം വളരണം. പരിശുദ്ധ അമ്മയെ മുൻനിർത്തിക്കൊണ്ടുള്ള യാത്ര, ഈ പരിശുദ്ധി ആർജിക്കാൻ, ഈ പരിശുദ്ധിയിൽ വളരാൻ, ഈ പരിശുദ്ധിയിൽ മുന്നേറാൻ, ഈ പരിശുദ്ധിയിൽ നിറഞ്ഞു കവിയാൻ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട് നമ്മെ സഹായിക്കും. ഈ യാത്രയിൽ പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നില്ലേ? പലയിടങ്ങളിലായി തന്റെ പ്രിയപ്പെട്ട മക്കൾ പാപത്തിലായിരിക്കുമ്പോൾ, ദൈവനിന്ദയിലായിരിക്കുമ്പോൾ, ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, നരകത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അമ്മ കണ്ണീരൊഴുക്കിക്കൊണ്ട് കടന്നു വരുന്നു. ആ കണ്ണുനീരിൽ നാം ഓരോരുത്തരും കഴുകപ്പെടും. പരിശുദ്ധ അമ്മയുടെ ആ ഒരു ആലിംഗനത്തിൽ നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ യാത്ര തുടരാം. നമ്മുടെ ലക്ഷ്യം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ആ ഒരു സുരക്ഷിതത്വം കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വർഗീയമായ ഒരു അനുഭവത്തിൽ എത്തിച്ചേരാൻ അങ്ങനെ നമുക്ക് സാധിക്കുകയും ചെയ്യും. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും ഈ വിശുദ്ധിയിൽ വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ആ ഒരു സംരക്ഷണത്തിൽ നാം ഓരോരുത്തരും ഈ വിശുദ്ധിയിൽ മുന്നേറാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളോടൊപ്പം ഈ തീർത്ഥാടനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നാം ഓർമ്മിക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവരെല്ലാവരും ഓർമ്മിക്കണം. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരാണ്. അവരും വിശുദ്ധിയിൽ മുന്നേറാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ
മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്താനുകരണം പുസ്തകം 1 അധ്യായം 18. വിശുദ്ധ പിതാക്കന്മാരുടെ ദൃഷ്ടാന്തങ്ങൾ. സാക്ഷാത്തായ പരിപൂർണതയും ദൈവഭക്തിയും പ്രശോഭിച്ചിരുന്ന വിശുദ്ധ പിതാക്കന്മാരുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ വീക്ഷിക്കുക. നാം എത്ര തുച്ഛമാണ് ചെയ്യുന്നത്, ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്ന് വേണം പറയാൻ. നമ്മുടെയും അവരുടെയും ജീവിതം തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമ്മുടേതെന്ത്? വിശപ്പിലും ദാഹത്തിലും തണുപ്പിലും നഗ്നതയിലും അധ്വാനത്തിലും ക്ഷീണത്തിലും ഉറക്കമൊഴിവിലും ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും പീഡനങ്ങളിലും അപമാനങ്ങളിലും പുണ്യവാന്മാരും ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരും കർത്താവിനെ ശുശ്രൂഷിച്ചു. അപ്പസ്തോലരും രക്തസാക്ഷികളും വന്ധ്യരും കന്യകകളും ക്രിസ്തുവിൻ്റെ തൃജേവടി പിന്തുടരാൻ ആഗ്രഹിച്ച ശേഷമെല്ലാവരും എത്രയേറെ അരിഷ്ടതകളും കഷ്ടതകളും സഹിച്ചു. നിത്യജീവൻ കൈവശമാക്കാൻ അവർ ഈ ലോകത്തിൽ തങ്ങളെ തന്നെ വെറുത്തുകൊണ്ടിരുന്നു. വിശുദ്ധ പിതാക്കന്മാർ മരുഭൂമിയിൽ എത്ര നിഷ്കളങ്കവും പരിത്യാഗാത്മകവുമായ ജീവിതമാണ് നയിച്ചിരുന്നത്. എത്ര ദീർഘവും കഠിനവുമായ പരീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം ശത്രു അവരെ ദ്രോഹിച്ചു.
എത്രയോ പ്രാവശ്യം തീഷ്ണതയോടെ അവർ ദൈവത്തിന് പ്രാർത്ഥനകൾ സമർപ്പിച്ചു. അവർ അനുഷ്ഠിച്ചിരുന്ന ത്യാഗങ്ങൾ എത്ര ഭയങ്കരം! ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി അവർ എന്തുമാത്രം തീഷ്ണതയും ഉത്സാഹവും പ്രദർശിപ്പിച്ചിരുന്നു! ദുർഗുണങ്ങളെ കീഴടക്കാൻ എത്ര വീറോടെയാണ് അവർ പോരാടിയിരുന്നത്! ദൈവത്തോടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ അവരുടെ നിയോഗം എത്ര നിഷ്കളങ്കവും പാവനവുമായിരുന്നു! പകൽ മുഴുവനും അവർ അധ്വാനിച്ചു പോന്നു. രാത്രികാലം ദീർഘമായ പ്രാർത്ഥനകളിൽ മുഴുകി. ജോലി സമയത്ത് പോലും അവർ ധ്യാനനിരതരായിരുന്നു. സമയം മുഴുവനും അവർ ഫലദായകമാം വിധം വിനിയോഗിച്ചു. ദൈവത്തോടുകൂടെ കഴിച്ചിരുന്ന മണിക്കൂറുകൾ അതിവേഗം കടന്നു പോകുന്നത് പോലെ അവർക്ക് തോന്നി. ധ്യാനത്തിൻ്റെ മാധുര്യ നിമിത്തം ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും മറന്നുപോയിരുന്നു. ധനവും സ്ഥാനമാനങ്ങളൊന്നുമല്ല, സ്നേഹിതരെയും ബന്ധുക്കളെയും അവർ പരിത്യജിച്ചു. ലോകത്തുള്ള യാതൊന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. ജീവിതത്തിന് അത്യാവശ്യമായവ പോലും ദുർലഭമായിട്ടേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ശരീരത്തിന് ആവശ്യമായ പരിചരണങ്ങൾ ചെയ്യുക കൂടി അവർക്ക് വിരസമായിരുന്നു. ഭൗമിക സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ദരിദ്രരായിരുന്നു. എങ്കിലും കൃപാവരത്തിലും പുണ്യത്തിലും അവർ സമ്പന്നരായിരുന്നു. ഭാഗ്യദൃഷ്ട്യാ അവർക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആന്തരികമായി അവർ കൃപാവരവും ദിവ്യാശ്വാസവും കൊണ്ട് പോഷിതരായിരുന്നു. ലോകത്തിൽ അവർ വിദേശികളെപ്പോലെ ആയിരുന്നുവെങ്കിലും ദൈവത്തിന് അടുത്തവരും ഉറ്റമിത്രങ്ങളുമായിരുന്നു. തങ്ങളുടെ ദൃഷ്ടിയിൽ അവർ ശൂന്യരായിരുന്നു, ലോകത്തിന് പരിഹാസപാത്രങ്ങളും. എന്നാൽ ദൈവദൃഷ്ടിയിൽ അവർ അമൂല്യരും സംപ്രീതരുമായിരുന്നു. യഥാർത്ഥമായ എളിമയിൽ അവർ ജീവിച്ചു. നിഷ്കപടമായ അനുസരണയിൽ അവർ കഴിഞ്ഞുകൂടി. സ്നേഹത്തോടും ക്ഷമയോടും കൂടെ അവർ മുൻപോട്ട് നീങ്ങി. അതുകൊണ്ട് ആത്മീയമായി അവർ പുരോഗമിച്ചു. ദൈവത്തിൻ്റെ മുൻപാകെ കൃപാവര സമർത്ഥരായി. അവർ എല്ലാ സന്യാസികൾക്കും മാതൃകയായി നിലകൊള്ളുന്നു. മന്ദഭക്തരെ അനുകരിച്ച് നാം ഉദാസീനരാകാതെ ഈ വിശുദ്ധരെ അനുഗമിച്ച് പുണ്യാഭിവൃദ്ധി പ്രാപിപ്പാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. തങ്ങളുടെ വിശുദ്ധ സ്ഥാപനത്തിൻ്റെ ആരംഭകാലത്ത് എല്ലാ സന്യാസികൾക്കും എന്തുമാത്രം തീഷ്ണതയുണ്ടായിരുന്നു! പ്രാർത്ഥനയിൽ അവർക്കുണ്ടായിരുന്ന തീഷ്ണത എത്ര വലുതായിരുന്നു! പുണ്യാഭിവൃദ്ധിയിൽ എന്തൊരു മത്സരമായിരുന്നു! ക്രമാനുഷ്ഠാനം എത്ര മനോഹരം! മേലധികാരികളുടെ ശാസനത്തിന് കീഴിൽ എല്ലാ കാര്യങ്ങളിലും എന്തൊരു അനുസരണയും മണക്കവുമാണ് വിരാജിച്ചിരുന്നത്! ഇത്ര രൂക്ഷമായി പോരാടി ലോകത്തെ തങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ ചവിട്ടിത്തേച്ചവർ പരിപൂർണരും പരിശുദ്ധരുമായി തീർന്നുവെന്ന് അവർ നൽകിയിരുന്ന മാതൃകാ സാക്ഷ്യം വഹിക്കുന്നു. കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും താനേറ്റ കാര്യങ്ങളെല്ലാം നന്നായി ക്ഷമാപൂർവ്വം നിർവഹിക്കുകയും ചെയ്യുന്നവൻ മഹാത്മാവായി എണ്ണപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ മന്ദതയും ഉദാസീനതയും എത്ര വലുത്! പൂർവ്വ ശുഷ്കാന്തി എത്ര വേഗം മാറി മറഞ്ഞു പോയി! മടിയാലും മന്ദതയാലും ജീവിതം തന്നെ ഇപ്പോൾ അസഹനീയമായി. ഭക്തന്മാരുടെ അനേകം ദൃഷ്ടാന്തങ്ങൾ പലപ്പോഴും ദർശിച്ചിട്ടുള്ള നിന്നിൽ പുണ്യവർദ്ധന നിലയ്ക്കാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത വിധം ദൈവത്തിൽ നിന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ച പരിശുദ്ധാത്മാവേ, പാപശക്തി പ്രതിരോധിക്കാൻ തക്ക ദൈവശക്തി കൊണ്ട് എന്നെ വീണ്ടും വീണ്ടും നിറയ്ക്കണമേ. എന്നിലുള്ള ജഡീക പ്രവണതകൾ അങ്ങ് നിഹനിക്കണമേ. എന്നിൽ അങ്ങ് വന്ന് നിറയണമേ. അങ്ങയുടെ ചൈതന്യം കൊണ്ട് ഞാൻ സദാ പൂരിതനാകട്ടെ. സത്ചിന്തകളും സദ്വചനങ്ങളും സൽപ്രവർത്തികളും മാത്രം പുറപ്പെടുത്തക്ക വിധം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു കവിയണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും സംരക്ഷണവും മാലാഖ വൃന്ദത്തിന്റെ കാവലും ഈ തീർത്ഥാടനത്തിൽ നിങ്ങൾ ഓരോരുത്തരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.